മേലാസ്മ അഥവാ കരിമാങ്കല്യമുള്ള ആൾക്കാർ എപ്പോഴും ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കറുത്ത പാട് കാണും. അപ്പം തന്നെ അവർ പോയിട്ട് വിറ്റാമിൻസ് അല്ലെങ്കിൽ നയാസിനമൈഡ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഇത് രണ്ടും പിഗ്മെൻറ്റേഷൻ മാറ്റും എന്ന് വിചാരിച്ചിട്ട് ഇതും പോയി ഇടും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരു ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻസ് മാത്രമേ മാറ്റാൻ ഹെൽപ്പ് ചെയ്യൂ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, അതായത് കരിമാങ്കല്യം പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കോജിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഡെഫിനറ്റ്ലി വേണം. ഒന്ന്. രണ്ടാമത്തത്, കരിമാങ്കല്യം അഥവാ മെലാസ്മ എന്ന് പറയുന്ന സാധനം നമുക്ക് സ്ട്രെസ് കൊണ്ട്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്, ചൂടടിക്കുന്നത് കൊണ്ട്, പാരമ്പര്യമായിട്ട് വരുന്നത് കൊണ്ട്, സൺ ഡാമേജ് കാരണം ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ റീസൺ നമ്മൾ നോക്കാതെ കുറേ സിറം ഇട്ടത് കൊണ്ട് ഇത് മാറാനും പോകുന്നില്ല. ഫസ്റ്റ് നിങ്ങളുടെ റീസൺ കണ്ടുപിടിക്കുക. കോജിക് ആസിഡ് പോലുള്ള ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക. കോജിക് ആസിഡ് മാത്രമല്ല, കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ ഇത് ഒരുമിച്ച് യൂസ് ചെയ്താൽ അത്രയും നല്ലത്. ഒറ്റ പാക്കറ്റിൽ നമുക്ക് മെലാസ്മ ക്രീംസ് കിട്ടും, അത് യൂസ് ചെയ്താലും മതി. അതിൻ്റെ കൂടെ തന്നെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. എന്തെങ്കിലും ഡോട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെച്ചേക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.